നോമ്പ് ഒരു പരിചയാണ് എന്ന ഹദീസ് കണ്ടു. അതിൻ്റെ വിവക്ഷ ഒന്ന് വിശദീകരിക്കാമോ? ചോദിച്ചിരിക്കുന്നത് നജീമാണ് പുനലൂരിൽ നിന്നും. ഈ പരിച എന്ന് പറയുന്ന സാധനം നമ്മൾ യുദ്ധത്തിന് നമ്മൾ ഒരു കയ്യിൽ വാളും മറ്റേ കയ്യിൽ പരിചയുമാണ് വയ്ക്കുക. അപ്പോൾ ആ പരിച കൊണ്ട് നമ്മൾ തടുക്കുകയാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിന് നേരെ വരുന്ന വെട്ടുകളെ പരിച കൊണ്ട് നമ്മൾ തടുക്കുകയാണ്. ഇതാണ് റമദാൻ. റമദാനിലെ നോമ്പ് നമുക്ക് പരിച എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ വെട്ടുകളെ നമ്മൾ അതുകൊണ്ട് തടുക്കുന്നു, അതുപോലെ ഷെറുകളെ തടുക്കുന്നു, അതുപോലെ നമ്മുടെ ശരീരത്തിന് വരാൻ ഉള്ള രോഗങ്ങളെ. ഇപ്പോൾ നോമ്പ് കൊണ്ട് എത്രയോ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കപ്പെടുകയാണ്. അതിനൊക്കെ നമ്മൾ ഈ നോമ്പ് എന്ന പരിച കൊണ്ട് തടുക്കുകയാണ്. എല്ലാ ഹറാമിയത്തുകളും, വ്യഭിചാരം, കള്ള്, പിശാചിൻ്റെ ദുർബോധനങ്ങൾ, അത് ആത്മീയമായിട്ട് അങ്ങനെയാണെങ്കിൽ ഭൗതികമായിട്ട് നമുക്ക് വരാനുള്ള എത്രയോ രോഗങ്ങൾ നോമ്പ് കൊണ്ട് തന്നെ എത്രയോ ആളുകളുടെ വലിയ വലിയ അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം അതിനെയും തടുക്കുകയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആത്മീയവും ഭൗതികവുമായ സർവ്വ വിപത്തുകളെയും തടഞ്ഞു നിർത്താനുള്ള ഒരു പരിചയാണ് റമദാൻ എന്ന് ഈ പരിച എന്ന് റമദാനിനെ പറഞ്ഞതുകൊണ്ട് മുഹദ്ദിസീങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. നോമ്പുകാരൻ്റെ ഉറക്കം ആരാധനയാണല്ലോ. പക്ഷേ അതിൻ്റെ ദുരുപയോഗം ചെയ്യുന്ന മുടിയന്മാരോട് എന്തെങ്കിലും ഉസ്താദിന് പറയുവാനുണ്ടോ? ചോദിച്ചിരിക്കുന്നത് ഒരു സഹോദരൻ മലപ്പുറത്ത് നിന്നുമാണ്. നോമ്പുകാരൻ്റെ ഉറക്കം ആരാധനയാണ് എന്നത് വളരെ ശരിയാണ്. അപ്പോൾ നോമ്പുകാരൻ ഉറങ്ങിക്കിടന്നാൽ അവനെ ശല്യം ചെയ്യാൻ പാടില്ല, അവൻ്റെ അടുത്ത് പോയിരുന്നിട്ട് നല്ല ശബ്ദത്തിൽ ഖുർആൻ ഓതി അവനെ ഉണർത്താൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അവൻ ഉറങ്ങട്ടെ, അവൻ്റെ ഉറക്കം ആരാധനയാണ്. പക്ഷേ ചില ആളുകൾ ഇത് ആരാധനയാണെന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നുമില്ല എഴുന്നേക്കൂല, ഒറ്റ കിടത്തയാണ്. പക്ഷെ അത് ആരാധനയൊക്കെ തന്നെയാവും. പക്ഷേ നിസ്കാരം കഥാനും പടച്ചവനോട് കണക്ക് പറയേണ്ടി വരും, ആ നോമ്പിന് പ്രതിഫലവും കുറയും. നോമ്പുകാരന് അപ്പോൾ ഒരാൾ പറയുന്നത് ഇപ്പം നിസ്കരിച്ചിട്ട് ഉറങ്ങിയാലോ? നോമ്പുകാരൻ സുബൈ നിസ്കരിച്ചുകൊണ്ട് ഉറങ്ങുന്നു, ളുഹറിൻ്റെ സമയത്ത് എഴുന്നേക്കുന്നു, നിസ്കരിക്കുന്നു, വീണ്ടും ഉറങ്ങുന്നു, അസറിൻ്റെ സമയത്ത് എഴുന്നേക്കുന്നു, നിസ്കരിക്കുന്നു, വീണ്ടും ഉറങ്ങുന്നു, മാരിമിൻ്റെ സമയമാകുമ്പോൾ എഴുന്നേക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അവന് നോമ്പിൻ്റെ കൂലി കിട്ടും, പക്ഷെ പ്രതിഫലം കുറയും. കാരണം എന്താ? അവൻ വേറെ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞിട്ടില്ല, നീയത്തും വെച്ചുകൊണ്ട് ഉറക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ചില ആളുകൾ പറയൂല, റമദാനിൽ ഞങ്ങളിപ്പോൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ പറയും, ഉസ്താദെ ഇവിടുത്താണ് നോമ്പ്, ഇവിടെ 17 മണിക്കൂർ, ഇവിടെ 18 മണിക്കൂറാണ്, നിങ്ങളെ നാട്ടിലെ പോലെ അല്ല എന്നൊക്കെ ചില ആളുകൾ പറയും. അവർ 18 മണിക്കൂർ നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ നാട്ടിൽ നമ്മൾ 12 മണിക്കൂർ നോമ്പ് പിടിക്കുന്നതിനേക്കാൾ കൂലി തീർച്ചയായിട്ടും പടച്ചവന് കൊടുത്തിരിക്കും. പക്ഷെ ആ 16 മണിക്കൂർ നോമ്പാണെന്ന് പറയുന്ന ആൾ ഓഫീസിൽ 24 മണിക്കൂർ AC-യിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ കൂലി കിട്ടൂല. വണ്ടിക്കകത്ത് 24 മണിക്കൂർ AC-യിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ കൂലി കിട്ടൂല. അപ്പോൾ അവന് എത്രത്തോളം നോമ്പുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവോ അവിടെയാണ് കൂലി. അവന് ചിലപ്പോൾ പൊരിവെയിലത്ത് പണിയെടുത്തുകൊണ്ടായിരിക്കും നോമ്പ് നോക്കുന്നത്. എത്രയോ ആളുകളുണ്ട്. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ കിട്ടിയിട്ടുണ്ടാവില്ല കുറേ ദിവസമായിട്ട്, എന്നാലും നോമ്പ് ഞാൻ വിടൂല എന്ന് പറഞ്ഞ് നോമ്പ് പിടിക്കുന്നവരുണ്ടാവും. 16 മണിക്കൂറിൽ ദാഹിച്ച് വലഞ്ഞ് ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ കുടിക്കാവുന്ന ആഗ്രഹമുണ്ട്, എന്നിട്ടും പിടിച്ചേക്കുന്നവരുണ്ട്. അവർക്ക് കൂലി കൂടുതലാണ്. അപ്പോൾ സുഖത്തിൻ്റെയും ഒരു കഷ്ടപ്പാടിൻ്റെയും അളവനുസരിച്ച് കൂടി പ്രതിഫലം കുറഞ്ഞും കൂടിയിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. അതനുസരിച്ചിട്ട് ഉറക്കത്തെ നിങ്ങൾ പിന്നെ ചിന്തിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ തന്നെ തോന്നൂല. ഉറക്കം ഇബാദത്താണെങ്കിലും ഉറങ്ങണ്ടാൻ തീരുമാനിക്കും. പിന്നെ ഈ ഉറക്കം ഇബാദത്താണെന്നതിൻ്റെ കൂടുതൽ പ്രതിഫലം കൂടുന്നത് എപ്പോഴെന്നറിയോ? നമ്മൾ എപ്പോഴും ഉണർന്നിരുന്നാലും ഫസാദ് ഈബത്തും തന്നെ പറയാം. വീട്ടിലിപ്പോൾ നിങ്ങൾ വീട്ടിലുള്ള ദിവസമാണ്, വീട്ടിൽ നിന്ന് ഇങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വെളി വരുമ്പോൾ ഭാര്യ അപ്പുറത്ത് സൈനബാടെ കാര്യം, ഇപ്പുറത്ത് ആരിവാടെ കാര്യം, അപ്പുറത്ത് സുബൈദാടെ കാര്യം, അവൻ്റെ മോൾ ഒളിച്ചോടി പോയി, അവരെ മോൾ കല്യാണം കഴിച്ച് രണ്ടാമത് അബോഷനായി പോയി, ഭർത്താവ് വയറ്റി ചവിട്ടി, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭർത്താവ് വിചാരിക്കും പടച്ചോൻ ഇതിനെക്കാളും നല്ലത് ഉറങ്ങലാണ്. ആ ഉറക്കമാണ് നല്ല ഇബാദത്ത്. ഈ വന്നിരുന്ന് സംസാരിക്കുന്ന കാലം നല്ലത് പോയി കിടന്നുറങ്ങിയാൽ ഈ കൂലി നിനക്ക് അള്ളാഹു തരും. അപ്പോൾ ഈ ഫസാദ് ഈബത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണ് ഈ ഉറക്കം, അല്ലാതെ നോമ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിങ്ങളാരും കണക്കാക്കരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പുകാരൻ കടക്കുന്ന സ്വർഗത്തിൻ്റെ കവാടം റയ്യാൻ എന്ന് ഉസ്താദ് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. എന്നാൽ ആ പേര് എൻ്റെ കുട്ടിക്ക് ഇട്ടു, അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉസ്താദ്? ചോദിച്ചിരിക്കുന്നത് ഹംസത്താണ്, മലപ്പുറത്ത് നിന്നും. അൽഹംദുലില്ലാ, നല്ല പേരാണ്, അതിലൊന്നും പ്രശ്നമില്ല. ഇപ്പം ഈ കാലഘട്ടത്തിൽ മക്കൾക്ക് ഇടുന്ന പേരുകൾ വെച്ച് നോക്കുമ്പോൾ റയ്യാനും റൈഹാനും എന്നൊക്കെ പേരിടുന്നത് വളരെ അപൂർവമാണ്. ഇപ്പോൾ ആളുകൾക്ക് ഒരു പുതിയ സ്റ്റൈല് വന്നിട്ടുണ്ട്. മുഹമ്മദും ഫാത്തിമയും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഒരർത്ഥവുമില്ലാത്ത ചില വാക്കുകൾ അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ എഴുതി ചേർക്കലാണ്. അതിലേറ്റവും കാരണമാകുന്നത് നമ്മുടെ ഗൂഗിളാണ്. യൂട്യൂബ് നോക്കിയിട്ട് മുസ്ലിം ആൺകുട്ടികളുടെ മുസ്ലിം പേരെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് കുറേ പേരുകൾ വരും. അതിൽ വാപ്പാടും ഉമ്മാടും പേര് ചേർക്കുന്ന ഏതെങ്കിലും പേര് വരും, ഇംഗ്ലീഷ് പേര് വരും, ഉറുദു പേര് വരും, ഹിന്ദി പേര് വരും.
അതിൽ ഏതെങ്കിലും വൃത്തിയുള്ള ഇഷ്ടമുള്ളവരുടെ അടുത്ത് അങ്ങോട്ട് ഇടുകയാണ്. ലാസ്റ്റ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെ ചോദിക്കുകയാണ്, അർത്ഥം ഇങ്ങനെ ചോദിക്കും, എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് അതിൻ്റെ അർത്ഥം, ഇങ്ങനെ ചോദിക്കലാണ്. കുറേ നാൾ കഴിഞ്ഞ് ഉസ്താദുമാരായിട്ട് ബന്ധം പറയുമ്പോൾ അല്ലാ എൻ്റെ പേരിൻ്റെ അർത്ഥം എന്തായിരിക്കും, ഇങ്ങനെ ആശങ്കയാണ്. നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ മക്കൾക്ക് നല്ല വൃത്തിയുള്ള ശുദ്ധിയുള്ള പേരുകൾ നമ്മൾ ഇടുക. അതിനൊരു വാപ്പാക്ക് അതിനൊരു അവകാശം ഉണ്ടല്ലോ. നമ്മൾ പഠിച്ച് അള്ളാഹുമായി ബന്ധപ്പെടുന്ന, ദീനുമായി ബന്ധപ്പെടുന്ന നല്ല നല്ല പേരുകൾ നമ്മുടെ മക്കൾക്ക് ഇട്ടുകൊടുക്കുക. അപ്പം റയ്യാൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ പേരാണ്. നമ്മുടെ മക്കൾക്ക് ഇട്ടതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ അവരുടെ സംശയം അതല്ല. ഇപ്പോൾ മുമ്പൊരാൾ ഒരിക്കലും, ഞാനിപ്പോൾ കണ്ടാൽ തന്നെ ചില ആളുകളോട് എനിക്ക് ദേഷ്യമാണ്. കാരണം അവരുടെ ഓട്ടോറിക്ഷ എന്ന് പറയുന്ന വാഹനത്തിനൊക്കെ ബുറാഖ് എന്നാണ് പേരിടുക. നബിതങ്ങളുടെ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്രാ മിറാജ് നടത്തിയപ്പോൾ ഉണ്ടായ ബുറാഖ് എന്ന വാഹനത്തെ കളിയാക്കുന്ന പോലെയാണ് സ്വന്തം ഓട്ടോയ്ക്ക് 2 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന ഓട്ടോയ്ക്ക് ബുറാഖ് എന്ന് പേരിടുക. ചിലപ്പോൾ അടിച്ച സ്റ്റാർട്ട് ആവത്തില്ല. ഞാനൊരു വാഹനത്തെ കുറ്റപ്പെടുത്തിയതല്ല. നമ്മൾ പേരിടുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പേരിടുമ്പോൾ ഇപ്പോൾ പലിശയ്ക്ക് വീട് വെച്ചിട്ട് തവക്കലത്ത് വളർത്താന്ന് ബോർഡ് വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതുപോലെ പേരിടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ബുറാഖ് എന്ന് പേരിടുമ്പോൾ അത് ബുറാഖിന് അള്ള കൊടുത്ത പേരാണ്. അത് നമ്മുടെ ചോട്ടാ വണ്ടിക്ക് ഇടാനുള്ളതല്ല. അതുപോലെ നമ്മൾ ഓരോന്നോരോന്ന് ആലോചിക്കണം നമ്മുടെ മക്കൾക്ക്. അപ്പം അങ്ങനെ ഒരു സംശയമുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ചോദ്യം ചോദിച്ചത്. സ്വർഗത്തിൻ്റെ ഒരു കവാടത്തിൻ്റെ പേര് എൻ്റെ മോനിടുമ്പോൾ പ്രശ്നമാണോന്ന് അങ്ങനെ ചിന്തിക്കണം. അത് നല്ല പേരാണ് എന്ന നെയ്യത്തിൽ ആ മോനിടുക. പിന്നെ വീടുകൾക്ക് പേരിടുമ്പോഴും നമുക്ക് അങ്ങനെ ബാബു സലാം, ബാബുർ റഹ്മത്ത്, ബാബുൽ ബറക്കത്ത്, ബാബുൽ ഹംദ്, ബൈത്തുൽ ഹംദ് എന്നൊക്കെ ഇങ്ങനെ പേരുകളിടാം. അള്ളാഹു താല ഏതായാലും നല്ല പേരുകൾ സെലക്ട് ചെയ്ത് വീടിനാണെങ്കിലും വാഹനത്തിനാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒക്കെ നല്ല നല്ല ബറക്കത്തുണ്ടാകുന്ന പേരുകൾ സെലക്ട് ചെയ്ത് ഇടാനും ആ പേരിനെ അന്വർത്ഥമാക്കുന്ന ജീവിതം നയിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഇബ്ലീസിന് നോമ്പിനെയും നോമ്പുകാരനെയും വെറുപ്പാണ് എന്നൊരു പ്രസംഗത്തിൽ കേട്ടു. എന്താണ് അങ്ങനെ പറയുവാനുള്ള കാരണം? ചോദിച്ചിരിക്കുന്നത് ഒരു സഹോദരൻ തിരുവനന്തപുരത്ത് നിന്നുമാണ്. ഇബ്ലീസിന് നോമ്പിനെയും നോമ്പുകാരെയും വെറുപ്പാണ് കാരണമെന്ന് പറഞ്ഞാൽ, നോമ്പുകാരനോട് ഇബ്ലീസിന് ഒന്നും കൊണ്ടുവരാൻ കഴിയൂല. ഇപ്പോൾ റമദാൻ വിട്, റമദാൻ ഇപ്പോൾ ഇബ്ലീസിന് ചങ്ങലക്കിടുന്ന മാസമാണെന്ന് പറയാം. റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്ന ഒരാളെ ഇബ്ലീസിന് എന്തെങ്കിലും ചതിയിൽ വീഴ്ത്താൻ സാധിക്കൂല. കാരണം നോമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരിചയമാണ്. അവൻ ചില തന്ത്രങ്ങളും ചില ഹിക്കുമത്തുകളൊക്കെ ആയിട്ട് അവൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഇബ്ലീസ് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലും വശീകരിക്കാൻ നോക്കുമ്പോൾ ആ വലയിലൊന്നും ആര് വീഴൂല, ഈ നോമ്പുകാരൻ വീഴൂല. അതുകൊണ്ട് നോമ്പിനെയും നോമ്പുകാരനെയും ഇബ്ലീസിന് ദേഷ്യമാണ്. കാരണം നോമ്പുകാരന് പ്രതിഫലം എത്രയാണ് കിട്ടുക? ഓരോ സെക്കൻഡിലും മലക്കുകൾ അവന് ദുആ ചെയ്യുന്നു. അവൻ്റെ കിതാബിൽ നന്മകൾ, പുണ്യങ്ങൾ രേഖപ്പെടുത്തുന്നു. വലിയ വലിയ നേട്ടങ്ങൾ. സ്വർഗം അലങ്കരിക്കുന്നു, സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്നു, അവന് വേണ്ടിയിട്ട് അള്ളാഹു ഇറങ്ങി വരുന്നു, അള്ളാഹു അവന് വേണ്ടി പൊരുത്തം കൊടുക്കുന്നു, പുറത്തു കൊടുക്കുന്നു. ഇതൊന്നും ഇബ്ലീസിന് ഇഷ്ടമല്ല. കാരണം ഇബ്ലീസിൻ്റെ ജോലി അവനെ എങ്ങനെയെങ്കിലും കൊണ്ട് നരകത്തിൽ പോകലാണ്. യവൻ്റെ മനസ്സിലേക്ക് പിശാചിൻ്റെ ചിന്തകൾ ഇട്ട് കൊടുക്കലാണ്. പക്ഷെ നോമ്പാകുമ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നോമ്പിനെയും നോമ്പുകാരനെയും ഇബ്ലീസിന് വെറുപ്പാണ്. അള്ളാഹു ആ ശപിക്കപ്പെട്ടവൻ്റെ ചതിക്കുഴികളിൽ വീഴുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ.